Welcome to my 18th birthday vlog. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ എന്താ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മാസം കുറേ ദിവസമായിട്ടുണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ഷോർട്സ് ഇട്ടിട്ട് ഏകദേശം 20 ദിവസത്തിൽ കൂടുതലുമായി. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യാണ്. ഐ ഹോപ്പ് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബർത്ത്ഡേ ആണ് ഈ ഒരു 18th ബർത്ത്ഡേ. ഗൈസ്, ഐ എം ഫൈനലി 18. എന്താ പറയുക, കുഞ്ഞിലേക്ക് ഞാൻ ഇങ്ങനെ 15 വയസ്സിലൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും ആ ഒരു ഏജിലാണ് എത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് ഏജ് ഡസൻറ്റ് മാറ്റർ അല്ലേ. 18th ബർത്ത്ഡേ വ്ളോഗിലോട്ട് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ ഞാൻ 14-ാം തീയതി വെസ്റ്റ് സൈഡിൽ പോയി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി കോംബോ ഓഫേഴ്സാണ് കൂടുതലും വാങ്ങിയത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു ഔട്ടിങ് രീതിയിൽ പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് 9-10 വെയിറ്റിംഗ് ആയിരുന്നു. കാരണം 9-10 ഞാൻ ജനിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ 1-2 ബലൂൺസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ട് റീസൺ എന്താണെന്നറിയോ, വീട് മൊത്തം കൊളായിട്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നത്. അപ്പം ഞാൻ രാവിലെ മുതൽ അതൊക്കെ വൃത്തിയാക്കി, ഞാനും അമ്മയും പപ്പയും കിട്ടും എല്ലാവരും കൂടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഡെക്കറേഷൻസ് ഫുൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് മേടിക്കാൻ പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഞ്ജനയെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ എനിക്കിതായി ഒരു ക്യൂട്ട് ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ലേ. പിന്നെ കുറേ ഗിഫ്റ്റ്സും തന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന സമയത്തും അപാര മഴയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നൈലും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ തൊട്ട് ക്ലീനിങ്ങിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ബലൂൺ മാത്രമേ സെറ്റാക്കാൻ പറ്റിയുള്ളൂ. ആ ബലൂൺ വെച്ച് മറക്കുന്നില്ലേ, അതാണ് ആരോമിയ. അങ്ങനെ നമ്മുടെ മെയിൻ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്തെങ്കിലും ബലൂൺസൊക്കെ വെക്കുമ്പോൾ എന്നോട് ചോദിക്കും എങ്ങനെ വെക്കണമെന്ന്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഇനി അല്ലറ ചില്ലറ ഡെക്കറേഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച തീം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ബ്ലാക്ക് തീമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ബ്ലാക്ക്, ഗോൾഡൻ, സിൽവർ അങ്ങനെ മൊത്തത്തിലൊരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നൈൽ എന്നോട് ചോദിച്ചത് ഞാൻ ഈ ഒരു ബ്ലാക്ക് മാലയാണ് ഇടുന്നതെന്ന്. അപ്പം ഞാൻ ആന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് അത്ര ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പൂപ്പൻ തന്ന നെക്ലസ് ഇടാമെന്ന്. എനിക്ക് അപ്പൂപ്പൻ ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് വലുതായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഷൈ ആയിട്ടിരിക്കുകയായിരുന്നു ഇടാതെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ് വിൽ ബി നൈസ് എന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞ് ഞാൻ എന്താ അതിടാൻ പോവാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇത് നമുക്കിടാം. അപ്പോൾ ഇതൊരു ടാസ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എനിക്ക് അമ്മ ഇട്ട് തരും. അപ്പോൾ നമുക്ക് അതിടാം. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ. താങ്ക് യു സോ മച്ച് അപ്പൂപ്പ. അപ്പൂപ്പനാണ് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ഞാനാണല്ലോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൻ്റെ എന്താ പറയുക, ഓൾ ഇൻ ഓൾ, അതായത് മെയിൻ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ എന്തായാലും കുറച്ച് തിളങ്ങി നിൽക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ നെക്ലസ്, ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നൈലും അഞ്ജനയും തകൃതിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഉടനെ പപ്പ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നൈൽ പീസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കേക്ക് കട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ നിൽക്കുന്നില്ലേ, അതാണ് അഞ്ജനയുടെ അമ്മ. അങ്ങനെ എൻ്റെ മാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ചോക്കർ മാറ്റണമല്ലോ. അങ്ങനെ അഞ്ജന എനിക്കത് മാറ്റി തന്നു. കാരണം എങ്ങാനും കുടുങ്ങിപ്പോയാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അതിസാഹസികമായി അവൾ മാറ്റി തന്നിട്ടുണ്ട് എനിക്ക്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഞാൻ അവരോട് ഫ്രണ്ടിൽ മുടിയിടണോ അത് ബാക്കിൽ മുടിയിടണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരു സ്വരത്തിൽ പറഞ്ഞു ബാക്കിലിടാൻ. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അഞ്ജനയെ കൊണ്ട് നമ്മുടെ ആ ഒരു കർട്ടനില്ലേ ഡെക്കറേറ്റ് ചെയ്തത്, ആ ഒരു കർട്ടനിൻ്റെ സ്റ്റാൻഡ് ഇളകിയപ്പോൾ അത് വെച്ചിട്ട് ബോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു നൈഫിലത്തേക്ക്. നല്ല രസമില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ താഴെ ഒന്ന് തൂത്തിട്ടുണ്ടായിരുന്നു. കാരണം വേസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അവർ ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അമ്മയ്ക്ക്. ആ ഒരു ഗ്യാപ്പിൽ അമ്മയും എല്ലാവരും ഒന്ന് റെഡിയായി വരുന്ന ഗ്യാപ്പിൽ അവരവിടെ ഇരുന്ന് വാചകം അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവരെ വിളിച്ചിട്ട് നമുക്ക് വെറുതെ ബലൂൺസൊക്കെ എടുത്തിട്ട് ബാക്കി കുറേ ബലൂൺസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തറയിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. നിന്നോ എടാ ഇങ്ങോട്ട് നോക്ക്. വെച്ചു അതേ മക്കളെ വെച്ചു കൊടുക്കടാ. ഊരാൻ വെക്കട്ടെ. കിട്ട് വെച്ചു കൊടുക്ക. കിട്ടപ്പ വെച്ചു കൊടുക്കണേ.
വെച്ചു കൊടുക്ക. എടി ഞാൻ വെച്ച് തരട്ടടി. കിട്ടുവേ ചേരല്ലോ. വാതിൽ ചേർന്നേ മക്കളെ നൈല വാതിലൊക്കെ ചേരും. ഓക്കെ ഓക്കെ കിട്ടപ്പോ ജസ്റ്റ് മാറി. ഒരാൾ ഇപ്പുറത്തേക്ക് നൈൽ ഇപ്പുറത്തേക്കില്ലേ അവിടെ നടക്കരുത്. നോക്കട്ടെ. ത്രിമൂർത്തികൾ പിതാവ് പുത്രൻ പരിശുദ്ധ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ ഒരു മെമ്മറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതാവുമ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കലാപരിപാടിക്ക് അമ്മയും പപ്പയും അടുത്ത് നിർത്താം. ഇവരില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു കേക്കും കട്ട് ചെയ്യില്ല, എൻ്റെ 18th ബർത്ത്ഡേ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ തന്ന ദൈവമേ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Happy പാടുന്നത് Happy birthday to you. Happy birthday to you. Happy birthday dear Helena. Happy birthday to you. Happy birthday to me. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഇല്ല അങ്ങനെ ഞാൻ ആൻറ്റിക്ക് കേക്ക് കൊടുത്തു. അങ്ങനെ കേക്ക് കഴിച്ചിട്ട് ഞാനും സ്വന്തമായിട്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിട്ടും അതിൽ ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് പീസസ് ഇല്ലേ, അതിൽ നിന്ന് ഒരെണ്ണം കിട്ടും എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ നൈലിൻ്റെ അമ്മയും പപ്പയും വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നിക്കിയും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഇനി ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു അൺബോക്സ് മൈ ഗിഫ്റ്റ്സ്. അപ്പോൾ ഇവർ തന്ന എല്ലാ ഗിഫ്റ്റ്സും നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അതിൻ്റെ ഇടയിൽ കൂടെ നൈല് എങ്ങനെയെങ്കിലും എൻ്റെ മുഖത്ത് ക്രീമാക്കണം, കേക്കിൻ്റെ ക്രീമാക്കണമെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അവൾ എൻ്റെ മുഖത്ത് ക്രീം തേച്ചു. എന്തായിരുന്നു എൻ്റെ അവസ്ഥ? കഴിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നൈൽ എന്താ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവളുടെ അമ്മയും പപ്പയും വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവളും ഇരുന്നു.
അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നൈലിൻ്റെയിൽ എന്താ പ്ലേറ്റ് ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് സംശയം വരും. അവൾ ലേറ്റായിട്ടിരുന്നുകൊണ്ടാണ് കേട്ടോ. അമ്മ പ്ലേറ്റ് കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു. അപ്പൂപ്പനൊക്കെ ആ സൈഡിലാണ് ഇരുന്നത്. ഞങ്ങൾ വിളിച്ചു, പക്ഷേ അപ്പൂപ്പൻ പറഞ്ഞു അപ്പൂപ്പൻ അവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ അപ്പൂപ്പനും കിട്ടും അവിടെ ഇരുന്ന് കഴിച്ചു. നൈലിൻ്റെ അമ്മയും പപ്പയും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെബിയുടെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഫൺ ആൻഡ് അമേസിംഗ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ.